അതിന് സവോളയും പച്ചമുളകും അരിയാൻ എനിക്കറിയാൻ മേല, കൈയൊക്കെ മുറിക്കും നമ്മൾ പറയുന്നതും കൊണ്ട് ഞാൻ ചോപ്പറിനകത്തിട്ട് അരിയുക. എന്നിട്ട് അരിഞ്ഞിട്ട് മുട്ട പൊരിച്ച് ചോറിനാൻ. എനിക്ക് പാചകം ചെയ്യണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് ചെയ്യുക. എഴുതാൻ പോലെ ഷെഫും ആയാലോ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 9ാം ക്ലാസ്സിലായതല്ലേ ഉള്ളൂ, 4 വർഷം കൂടി ഇല്ലേ, മതിയായിരിക്കും അല്ലേ? വേണ്ടേ നമ്മുടെ സവോളയും പച്ചമുളകും. ഞാൻ ശകലം ഉപ്പിടുവാണ് നമ്മുടെ മുട്ടയ്ക്കകത്ത്. ഇച്ചിരി കൂടി ഇടും. ഇത്ര മതിയേ, ശർക്കര ഇടില്ല, ഉപ്പ് കാണത്തില്ല. മതി. മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒറ്റ അടി അടി അടിക്കണം. മുട്ട പൊട്ടിക്കാൻ കഷ്ടപ്പാടാണ്. പൊട്ടിക്കാൻ ഇത്രയും പേടിയുള്ള ഒരുത്ത് ഇല്ലതേ. മുട്ടത്തോട് അതിനകത്ത് മുട്ടത്തോടെ മുട്ട ഒറ്റ അടി അടിക്കണം, എന്നിട്ട് അങ്ങ് പൊട്ടിക്കണം. അതിൻ്റെ മുട്ടയ്ക്ക് എത്ര കട്ടിയെന്ന് നീ മുട്ട പേടിച്ച് എപ്പോൾ മുട്ട പൊട്ടിച്ചാലും. ഇനി ഞാൻ എടുക്കും. വലിയ ഓംലെറ്റ് ഉണ്ടാക്കുമായിരുന്നു. ഞാൻ ചെയ്യും. ഇനി ഇതിങ്ങനെ ഇളക്കണം, എന്നിട്ട് പൊരിക്കണം. മേരാ മുട്ട ഓംലെറ്റ്. ചട്ടി വെച്ചു, തീ കത്തിച്ചു, ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കുക. ഒന്ന് ചുറ്റിക്കട്ടെ. ഓംലെറ്റ് റെഡിയാക്കി എടുക്കുവോ? എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം. ഇത് നീ ഉണ്ടാക്കുന്നതാ. ഇത് നല്ല മുട്ട ഒഴിക്കാം നമുക്ക്. ചൂടായോ? മുട്ടയൊന്ന് ആകട്ടെ. മുട്ട ആകാറായി. എൻ്റെ പാചകം ഇതേപോലത്തെ ചെറിയ പാചകമൊക്കെയാണ്. മുട്ട പൊരിച്ചത്, നൂഡിൽസ്, അട, ഇനി ചായയൊക്കെ വരും വഴിയെ. പിന്നെ വലിയ പാചകമൊക്കെ വലിയ മറിച്ചിടാൻ പോവാണേ. ഓംലെറ്റ് റെഡി. ഇപ്പോൾ നമ്മൾ ഇത് എടുക്കുക. വേണ്ടേ എൻ്റെ മുട്ട ഓംലെറ്റ്. വേണ്ടേ എൻ്റെ മുട്ട ഓംലെറ്റ്. ഞാൻ തിന്നാൻ ഉൾപ്പെടെ ശരിയാണ്.